നാട്ടിൻ പുറത്തെ വരാന്തകളിൽ ക്യൂ നിന്ന് വിരൽ പതിപ്പിച്ച് മഷി തേച്ച് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയത് മൂലം അധികാരം നേടി വിജയിച്ചവർ സ്വന്തം ആസനം ഇരിപ്പിടത്തിൽ ഉറപ്പിച്ച ശേഷം ആ നന്ദി രേഖപ്പെടുത്തുന്നത് വിചിത്രമായ നിയമങ്ങൾ കൊണ്ടാണ്. അതേ വോട്ടിട്ട നാട്ടിൽ അതേ ജനങ്ങൾക്ക് ഇനി മുന്നോട്ട് ജീവിക്കണമെങ്കിൽ 23 കൊല്ലം മുമ്പ് നാമോ നമ്മുടെ രക്തബന്ധത്തിൽപ്പെട്ടവരോ ഇവിടെ ജീവിച്ചിരുന്നതായി തെളിവ് കാണിക്കണം പോലും. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള തിരിച്ചറിയൽ രേഖകൾ അവർ അസാധുവാക്കുമത്രേ. കഷ്ടം! എന്തൊരു നാടിത്! നിയമം നന്മയ്ക്കാണോ അതോ നശിപ്പിക്കാനാണോ? ആ തിരിച്ചറിയൽ രേഖകൾ ഇല്ലാതായാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു നഷ്ടവും ഇല്ല എന്നതാണ് സത്യം. കോടിക്കണക്കിന് പണമല്ല ആ രേഖയിലുള്ളത്. പകരം ഉള്ളത് ഇവർ അധികാരത്തിലൂടെ തീർത്ത ഉയർന്ന വിലക്കയറ്റം കാരണം പാപ്പരായ കുറെ സാധാരണക്കാരുടെ രൂപം കാണാം, തിരിച്ചറിയാത്ത രൂപം. അതാണ് ഈ അധികാരികൾ നമുക്ക് ആ രേഖയിലൂടെ തന്നത്. 23 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന തെളിവ് ഹാജരാക്കിയില്ലെങ്കിൽ ഇവർ നാട് കടത്തുമോ അതോ തൂക്കിലേറ്റുമോ? രണ്ടായാലും ഞാൻ തയ്യാർ. കാരണം ഈ നശിച്ച വൃത്തികെട്ട ലോകത്ത് ജീവിച്ചിരിക്കുന്നതിലും ഭേദം വോട്ടിട്ട് വിജയിച്ചവർ തന്നെ ഇല്ലായ്മ ചെയ്യലാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുവാൻ വേണ്ടി മാത്രമുണ്ടാക്കിയ ആ നിയമത്തിനിട്ട ഓമന പേരാണ് പോലും പൗരത്വം. സത്യം ഉറക്കെ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ കഴുമരത്തിലകപ്പെട്ട ഒരുപാട് മഹാത്മാക്കൾ ജീവിച്ചിരുന്ന നാടാണ് നമ്മുടേത്. സത്യം ജയിക്കട്ടെ, സത്യമേവ ജയതേ.